നമ്മൾ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നോക്കൂ, ഈ യുദ്ധഗതിയിൽ ഇന്നലെ ബുധനാഴ്ച രാത്രി ട്രംപ് വൈറ്റ് ഹൗസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിർണായകമായ പ്രഖ്യാപനം. ഒന്നുകിൽ കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക പിൻവാങ്ങുന്നു. രണ്ടിലൊന്ന് സംഭവിക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ രണ്ടും ഇല്ല എന്നതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി ഈ യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനകളും നൽകാതെയാണ് ട്രംപിൻ്റെ വാർത്താസമ്മേളനം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം നേടി സമ്പൂർണ്ണമായും സൈനികമായും ആയുധപരമായും ഇറാനെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിൽ ഇറാൻ വലിയ മിസൈൽ വർഷം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ട്രംപിൻ്റെ വാർത്താ പ്രസംഗത്തിന് ശേഷവും യുദ്ധഗതിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടോ എന്നത് സംസാരിക്കുകയാണ് നമ്മൾ. ഇമിച്ചേട്ടാ, എന്താണ് ഈ ട്രംപിൻ്റെ പ്രതികരണം നടത്തിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള അവസ്ഥയെക്കുറിച്ച് തോന്നുന്നത്? എലിക്കണിയിൽ പെട്ട് കഴിഞ്ഞാൽ എലി എന്താ ചെയ്യുക? അതിങ്ങനെ അതിനകത്ത് കിടന്ന് ഇങ്ങനെ ഉഴലി ഓടിക്കൊണ്ടിരിക്കും. എല്ലാവരും പ്രതീക്ഷിച്ചുള്ള ട്രംപ് അത് തന്നെയാണ് ചെയ്യുന്നത്. ട്രംപിന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു പറഞ്ഞുകൊണ്ട് പിന്മാറാൻ പറ്റില്ല. ട്രംപ് അങ്ങനെ പിന്മാറിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ട്രംപ് പിന്മാറിയത് ഒരു ദിവസം, ഏതാണ്ട് ലിറ്ററലി ഒരു ദിവസം ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്തത്. ആ പോയ പോക്കിൽ അവരോടിച്ചു വിട്ട സർക്കാർ അവരുടെ ഫുൾ മിലീഷ്യ സ്ട്രെങ്തോടു കൂടി വന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് കാബൂൾ പിടിച്ചെടുക്കുകയും ചെയ്തു, കാബൂൾ വരെ എത്തുകയും ചെയ്തു. ട്രംപ് അതിലേക്ക് പോവുകയാണ്. ട്രംപ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് നമുക്ക് മനസ്സിലായത്. ഒന്ന്, 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ കുറച്ചുകൂടെ ബോംബിട്ടിട്ട് പോകും എന്നുള്ളതാണ്. അല്ല, എന്തിനാണ് ബോംബിടുന്നത്? അത് പറഞ്ഞില്ല. എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്താ? ഞങ്ങളുടെ ലക്ഷ്യം റെജീം ചേഞ്ച് ആയിരുന്നില്ല, പക്ഷേ അവന്മാരെല്ലാം മരിച്ചു പോയതുകൊണ്ട് റെജീം ചേഞ്ച് ഉണ്ടായി. ഇപ്പോൾ ആളുകളൊക്കെ നല്ല മനുഷ്യരാണ്, കുഴപ്പമില്ല, ദേ ആർ ലോജിക്കൽ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താ യുദ്ധം എന്തിനാ? അതിന് ട്രംപിൻ്റെ കയ്യിൽ ഉത്തരവില്ല. രണ്ടാമത്തേത്, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സ്വയം പരിഹരിച്ചോളൂ. എങ്ങനെയുണ്ട്? ഈ ഹെൻറി കിസിഞ്ചറുടെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. പെട്ടുപോയത് ഇറാൻ മാത്രമല്ല. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് വിട്ടു ഒരു ദിവസം രാവിലെ ടെൻ്റ് എടുത്ത് തിരിച്ചു പോയാൽ പിന്നെ ഇറാൻ ആരോടാണ് യുദ്ധം ചെയ്യുക? ഇറാൻ്റെ പ്രശ്നം എന്താ? ഇറാൻ, ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായ ഇസ്രായേൽ ഒരു വശത്ത്, ഇപ്പുറത്ത് ശത്രുവായ ഇറാൻ. അവരിട്ടിട്ട് അമേരിക്ക പോയാൽ ഹെൻറി കിസിഞ്ചറുടെ പ്രശസ്തമായൊരു വാചകമുണ്ട്: നിങ്ങൾ അമേരിക്കയുടെ ശത്രുവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, പക്ഷേ നിങ്ങൾ അമേരിക്കയുടെ മിത്രമാണെങ്കിൽ നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം. ഇതാണ് കിസിഞ്ചറുടെ വാചകം. ലിറ്ററലി അതാണ് സംഭവിച്ചത്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടെ ഏത് സുഹൃത്തിനെ വിളിച്ചു വെച്ചോളൂ, നിങ്ങളുടെ ഏത് ബന്ധുവിനെ വിളിച്ചു വെച്ചോളൂ, അവിടെ അതിഭീകരമായ ക്രൈസിസിലേക്ക് സാധനങ്ങൾക്കെല്ലാം വളരെ വലിയ വില കൂടുതലും ജോലി നഷ്ടവും വർക്ക് ഫ്രം ഹോം കൂട്ടിക്കൊണ്ടിരിക്കുകയും പുതുതായി ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം കൊടുക്കാതിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്നോട് സുഹൃത്ത് പറയുന്നത്, കപ്പൽ വഴി കടന്നു വരുന്ന എന്തും, എണ്ണ ഇങ്ങോട്ട് വരുന്നു അതിന് വില കൂടി, കപ്പൽ വഴി അവിടേക്ക് വരുന്ന എന്ത് സാധനത്തിന് ഇരട്ടി വിലയായിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ അടുത്ത സുഹൃത്തുക്കളായുള്ള ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പെട്ടു. ഇസ്രായേലും ഇറാനും തമ്മിലോ ആ പ്രശ്നം തീർന്നില്ല. മാത്രമല്ല, ഒരു വലിയ ഗ്രഡ്ജുമായി ഇറാൻ നിൽക്കുകയാണ്. ഇസ്രായേൽ എന്തിനാണ് യുദ്ധം തുടങ്ങിയത്? ഞാനീ പറയുന്ന പ്രമൈസസ് അമേരിക്ക പോവുകയാണെന്നുള്ളതാണ്. 2-3 ആഴ്ച കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോംബിട്ട് നശിപ്പിച്ച ശേഷം പോകും എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ഇറാൻ ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഇറാൻ ഒരു വലിയ അപകടം, ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇറ്റ്സ് ഈവൻ മോർ. ഇറാൻ കുറച്ചുകൂടെ വലിയ എക്സ്റ്റൻഷണൽ ത്രെട്ടായി ഇസ്രായേലിന് മുമ്പിൽ നിൽക്കുകയാണ്. ആ പ്രശ്നം പരിഹരിച്ചില്ല. ഒന്ന്. രണ്ടാമത്തേത് ഹോർമൂസ് കടലിടുക്ക് വഴി യാതൊരു കുഴപ്പമില്ലാതെ സഞ്ചാരം നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ ഹോർമൂസ് കടലിടുക്ക് ഇനി മുതൽ ഞങ്ങളുടെ സ്വന്തമായിരിക്കുമെന്നും ഞങ്ങളും ഒമാനും ചേർന്ന് തീരുമാനിക്കും. അതായത് ഈ കടലിടുക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ തമ്മിൽ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ആ വിഷയം ഒരു എന്താ പറയുക, അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിഷയമാക്കി മാറ്റി ഇറാൻ. അവിടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കാൻ പോവുകയാണ്, ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ്. അപ്പം ചുമ്മാ പിടിച്ചു പറയുകയല്ല, അതിന് നിയമമുണ്ട്. ഇനിയിപ്പോൾ സൂയിസ് കനാൽ അങ്ങനെയല്ലേ, ഈജിപ്തിനല്ലേ അതിൻ്റെ മുഴുവൻ അധികാരം നാഷണലൈസ് ചെയ്തു. അത് ഇതുപോലെ ഒരു ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കയ്യിൽ മുൻ ചരിത്രമുണ്ട്. പിന്നെ ഇവർ പ്രതീക്ഷിച്ച ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ആക്സിസ് ഓഫ് ഇവിൾ, അതിൽ ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ തന്നെ ഹൂത്തികളുണ്ട്, എല്ലാത്തിനും തീർക്കുമെന്ന് പറഞ്ഞു. ഒരുത്തിനും തീർത്തില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഹൂത്തികളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇറാൻ്റെ നേരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ
ആ പ്രശ്നവും തീർന്നില്ല. ഇനി അണുവായുധങ്ങളുടെ കാര്യമാണ്. 12 ഡേ വാർ, കഴിഞ്ഞ വർഷം നടന്ന 12 ഡേ വാറിൽ അവന്മാർ ഏതാണ്ട് തീർത്തു. ഏതാനും 2-3 വർഷം പുറകിലേക്ക് ഇറാൻ്റെ ആണവശക്തി, അണുവായുധം നിർമ്മിക്കാനുള്ള ശേഷി ഞങ്ങൾ നശിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഈ യുദ്ധം വരുമ്പോഴേക്കും ഇറാൻ തയ്യാറായിരുന്നു. എല്ലാവരും പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ സീക്രട്ടീവായ സ്ഥലത്തേക്ക് അവരുടെ എൻറിച്ച്ഡ് യുറേനിയം അവർ മാറ്റി. സോ അവരുടെ ശേഷി, അതായത് ന്യൂക്ലിയർ യുറേനിയം വെച്ച് ന്യൂക്ലിയർ ബോംബുകൾ, ആറ്റം ബോംബുകൾ ഉണ്ടാക്കാനുള്ള ശേഷിയുടെ അടുത്തെത്താനുള്ള ദൂരം ഈ കഴിഞ്ഞ യുദ്ധത്തിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഒരു 2 വർഷം പുറകോട്ട് പോയെങ്കിൽ ഏതാനും മാസങ്ങളെ പുറകോട്ട് പോയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇറാൻ ഇപ്പോഴും ഇത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇറാൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ഒന്ന്, NPT-യിൽ അംഗമാണ്, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ അംഗമാണ്, ഇതുണ്ടാക്കില്ല എന്നുള്ളത്. 2, ഈ അണുബോംബ് ഉണ്ടാക്കുന്നതിന് അവിടെ ഒരു ഫത്വ ഉണ്ടായിരുന്നു. അത് ആയത്തുള്ള ഖമേനിയുടെയാണ്. ആയത്തുള്ള ഖമേനി മരിച്ചതോടുകൂടി ആ ഫത്വ ഇല്ലാതായി. അപ്പോൾ ഇനി എന്താ? ഇനി ആദ്യത്തെയാണ്, ഏറ്റവും ആദ്യത്തെ ഖമേനി അല്ല, ഖമേനിയുടെ ഉത്തരവാണ്. അപ്പോൾ അതില്ലാതായി. അത് ഇത്തവണ അത് പാലിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ തൊട്ടുമുമ്പത്തെ സുപ്രീം ലീഡറെ അവർ കൊന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ അണുവായുധമുള്ളതാണോ അണുവായുധം ഇല്ലാത്തതാണോ നല്ലത് എന്നുള്ളതിന്, അണുവായുധമുള്ളതാണ് നല്ലത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി ഈ യുദ്ധം. അപ്പോൾ നിർബന്ധമായും അവിടെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അണുവായുധം ഉണ്ടാക്കരുത് എന്ന് പറയാൻ ഒരു മോറൽ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും നിർബന്ധമായും നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങനെയെങ്കിലും അണുവായുധം നിർമ്മിക്കുക എന്നതിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ. അപ്പം 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇസ്രായേലിന് ഇറാൻ തുടർന്നും ഒരു വലിയ ത്രെട്ടായി മാറുകയാണ്. അതുപോലെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്തിരുന്ന മുഴുവൻ മിലിഷ്യകളും അവരിപ്പോഴും ഒരു യുദ്ധത്തിനോട് തയ്യാറെന്ന മട്ടിൽ നിൽക്കുകയാണ്. മൂന്നാമത്തേത്, അണുവായുധം നിർമ്മിക്കില്ല എന്ന NPT-യിൽ നിന്ന് ഇറാൻ പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അണുവായുധമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇൻ്റർനാഷണലിയും നാഷണലിയും അക്സെപ്റ്റഡ് ആയി. ഏതെങ്കിലും ഒരു രാജ്യം ഇനിപ്പോയി ഇറാനോട് ഞങ്ങൾ ചർച്ചയ്ക്ക് നിൽക്കാം, നിങ്ങൾ അണുവായുധം ഉണ്ടാക്കരുതെന്ന് പറയാനുള്ള ധാർമ്മിക കപ്പാസിറ്റി ഉണ്ടോ? അതുമില്ല. അപ്പോൾ അമേരിക്ക 2-3 ആഴ്ചയ്ക്ക് കുറച്ചുകൂടെ ശക്തമായ ബോംബിങ്ങിന് ശേഷം പിന്നോട്ട് പോകുമ്പോൾ പഴയതിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, പഴയതിനേക്കാൾ വളരെ ലോകത്തെ മുഴുവൻ സംശയത്തോടെ കാണുന്ന, ലോകത്തെ ഏത് നില വെച്ച് നോക്കിയാലും പ്രതികാരം ഒരുപാട് ചെയ്യാൻ ബാക്കിയുള്ള, അതിന് ലോകത്തെല്ലായിടത്തും ലെജിറ്റിമൈസേഷൻ കിട്ടുന്ന ഒരു വൂണ്ടഡ് ആയിട്ടുള്ള രാഷ്ട്രത്തെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയുമാണ്. ഇതാണ് സിറ്റുവേഷൻ. പഴയതിനേക്കാൾ ഹോർമൂസ് കടലുകൾക്ക് അടഞ്ഞു കിടക്കുകയുമാണ്. പഴയതിനേക്കാൾ അതിഗുരുതരമായൊരു സ്ഥിതി. അതിൻ്റെ ഉത്തരവാദിത്വമല്ല, അതിൻ്റെ മുഴുവൻ ഭാരവും ലോകരാഷ്ട്രങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും വെച്ച് കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. സാഹിബ്, ഈ 1 മാസത്തെ യുദ്ധം കൊണ്ട് എന്ത് നേടി? ഇനി എന്താണ് പരിപാടി? ഈ 2 കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനായിരുന്നു വാർത്താ സമ്മേളനം, പക്ഷേ 2ലും ക്ലാരിറ്റി വന്നിട്ടില്ല. അല്ല, എന്ത് നേടിയെന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വി ഹാവ് ബ്രോക്കൺ ദെയർ എയർഫോഴ്സ് ഇൻ ടു പീസസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വി സങ്ക് ദെയർ നേവി. ഇങ്ങനെ ഇത് പക്ഷേ അതിൻ്റെ പ്രശ്നം ഒബ്ലിറ്ററേറ്റഡ് ന്യൂക്ലിയർ കപ്പാസിറ്റി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 12 ഡേ വാറിൻ്റെ സമയത്ത് ഇതേ വാചകങ്ങൾ പറഞ്ഞാണ്. അന്ന് ഒബ്ലിറ്ററേറ്റ് ചെയ്ത് ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ് ഉണ്ടെന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 12 ഡേ വാറിൽ ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇത് യുദ്ധത്തിന് 3-ാം ദിവസം അദ്ദേഹം പറഞ്ഞാണ്, 4-ാം ദിവസം എന്ന് പറഞ്ഞു, 5-ാം ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഒബ്ലിറ്ററേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞു, ബ്രോക്ക് ഇൻ ടു ദ പീസസ് എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ യുദ്ധം ചെയ്യുന്നത്? നിർത്തിപ്പോയാൽ പോരെ. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ലെന്ന് അറിയാം. ബേസിക്കലി ആ പ്രസംഗം നമ്മൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടല്ല ആ പ്രസംഗം, അത് ഡൊമസ്റ്റിക് ഓഡിയൻസിനോട് നടത്തുന്നൊരു പ്രസംഗമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഡൊമസ്റ്റിക് ഓഡിയൻസ്, അവിടെയാണ് ഈ നോക്കിങ്സ് റാലി നടക്കുന്നത്. നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ സക്സസ്ഫുള്ളാണ്, ഈ യുദ്ധത്തിൽ ഞാൻ സക്സസ്ഫുള്ളാണ്. അതെ, അന്ന് അദ്ദേഹത്തിൻ്റെ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഓയിലിൻ്റെ കാര്യത്തിൽ, അത് അദ്ദേഹം ആവർത്തിച്ച്, ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ സെൽഫ് റിലയൻ്റ് ആണ്. ഹോർമസ് എന്തോ ആടെ നമുക്കതൊന്നൊരു വിഷയമല്ല, നമുക്ക് ഇഷ്ടംപോലെ എണ്ണ ഇവിടെ ഉണ്ട്. പുള്ളിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ എന്തൊക്കെയോ ഈ എൻവയോൺമെൻറ്റൽ ലോസ് ഉണ്ട്, അത് ഇങ്ങനെ വല്ലാതെ ഡ്രിൽ ചെയ്യുന്നതിന് എതിർക്കുന്ന ലോസാണ്. അതൊക്കെ മാറ്റണം, ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ആവശ്യത്തിനുണ്ട്. കൂടാതെ വെനസ്വേല
വെനസ്വേലയിൽ നമ്മൾ മൊത്തം നമ്മുടെ കയ്യിലാക്കിയില്ലേ. അപ്പോൾ അതും ജനങ്ങളോടാണ്, അവിടുത്തെ ഡൊമസ്റ്റിക് ഓഡിയൻസിനോടാണ് പറയുന്നത്. നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഓയിൽ ക്രൈസിസും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അതിനകത്ത് കുറേ ഈ ധീരതാ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ആർക്കാ ഒരു പ്രധാനപ്പെട്ട അവാർഡ് ആർക്കാണെന്നറിയോ? ആ വെനസ്വേലൻ ഓയിൽ കയ്യിലാക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ, മെഡൂറോ ഓപ്പറേഷനിൽ പങ്കെടുത്ത സൈനികനാണ് ഒരു മെഡൽ കൊടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ അത് ഡൊമസ്റ്റിക് ഓഡിയൻസിനോട് നടത്തിയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല, ഞാൻ നമ്മുടെ രാജ്യത്തെ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സന്ദേശമാണ്. ഇൻ്റർനാഷണൽ ഓഡിയൻസിനോട് അതിൽ പറഞ്ഞ പ്രധാന കാര്യം ഇതാണ്, ഈ യൂറോപ്യൻസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. നാറ്റോ അയാളുടെ തന്നെ അലൈസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നെ നോക്കി നിങ്ങൾ കാത്തു നിൽക്കണ്ട, നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിക്കളെ. നാറ്റോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞാൽ അതൊരു പേപ്പർ ടൈഗറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമുസൊക്കെ നിങ്ങളുടെ തൊല്ല, അതിനൊന്നും ഞാൻ ഇടപെടാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോ, ഞാൻ പോവുകയാണ്, ഞാൻ 2-3 ബോംബും കൂടെ പടകൊക്കെ പൊട്ടിച്ച് ഞാൻ പോവാണ് എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ആ നിലയ്ക്ക് അത് സക്സസ്ഫുള്ളാണ്. കാരണം എന്തിനാണ് ഈ ഇറാൻ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തത്? 2 കാരണമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഇസ്രായേലി സമ്മർദ്ദത്തെ പ്രിൻസിപ്പലി അദ്ദേഹത്തിൻ്റെ ക്യാമ്പ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വൈസ് പ്രസിഡന്റ് വാൻസ്, ഇവരൊക്കെ യുദ്ധത്തിനെതിരായിരിക്കുമ്പോഴും ഈ യുദ്ധത്തിൽ ട്രംപ് പങ്കാളിയായത് ഇസ്രായേലി ലോബിയെ തൃപ്തിപ്പെടുത്തി നിർത്തണം, അല്ലാതെ അമേരിക്കയിൽ ഒരു പൊളിറ്റീഷ്യൻ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഇത് നിലനിർത്തുന്നു. പിന്നെ ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഭീകരഭൂതം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്ന് നന്ദി ചുരുങ്ങിയത് ഒരു ഡിലേ ടാക്ടിക്സ് എന്നുള്ള നിലക്കെങ്കിലും ഇതെടുക്കാൻ പറ്റും. ആ 2 നിലയിലും അദ്ദേഹം വിജയിച്ചു. പിന്നെ നഷ്ടങ്ങൾ, ഇതിൻ്റെ നഷ്ടങ്ങൾ ആർക്കാണ് ഉണ്ടായത്? അമേരിക്ക കുറേ ബില്യൺസ് ഡോളേഴ്സ് പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ലൂസർ എന്ന് പറയുന്ന ആരാണ്? ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നല്ല, അവിടെ ബോംബ് പൊട്ടി എന്നുള്ളതല്ല. ഗൾഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട USP എന്താണ്? ലോകത്തെ ഏറ്റവും നല്ലൊരു ബിസിനസ് സെൻറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദുബായിൽ ലോകത്തുള്ള സകലോരും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, UAE ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് ഏറ്റവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പണം ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും അടിപൊളി സ്ഥലം എന്നുള്ളതാണ്. അതെല്ലാ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ലോകത്ത് പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് വരികയാണ്. എല്ലാ കമ്പനികളും അവിടെ ആഫീസ് ഇടുകയാണ്. എല്ലാവരും അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എല്ലാം അവിടുത്തെ. അപ്പോൾ അതിന് സാധ്യമാക്കുന്ന ഘടകം എന്താണ്? സ്റ്റെബിലിറ്റിയാണ്. പീസ് ആൻഡ് സ്റ്റെബിലിറ്റി. ഇതാണല്ലോ വികസനത്തെ, ഫിനാൻഷ്യൽ ഗ്രോത്തിനെ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നോക്കൂ, ഇറ്റ് ഈസ് ഇൻ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യപ്പെട്ടു. ഗൾഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട USP അത് ഉടക്കപ്പെട്ടു. അതാണ് ഇതിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ റീവൈൻഡ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് യുദ്ധം അവസാനിച്ച വെരി നെക്സ്റ്റ് ഡേ അത് സംഭവിക്കാൻ പോകുന്നില്ല. വർഷങ്ങൾ എടുക്കുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അപ്പോൾ അവർക്കിടയിലൊരു ചേഞ്ച് ഇൻ തിങ്കിങ് പാറ്റേൺ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം അവരെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഈ അലമ്പ് എന്തിനാണ് അവർ സഹിക്കേണ്ടി വന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഈ ട്രംപിൻ്റെ സംഘത്തെ അവർ ഹോസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ചങ്ങായിമാരുമായിട്ടുള്ള സൗഹൃദം, ഇവരെ ഹോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നതിനെക്കുറിച്ചൊരു ഫണ്ടമെൻ്റൽ തിങ്കിങ് ഗൾഫ് ലീഡർഷിപ്പിൽ ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം എന്നാണ് വിചാരിക്കുന്നത്. ശരി.